നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29. 1943 മാർച്ച് 29 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഏട് സംഭവിക്കുന്നത്. അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കയ്യൂർ എന്ന സ്ഥലത്തായിരുന്നു. കയ്യൂരിൽ കർഷക സംഘം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച ത്യാഗോജ്വലരായ 4 യുവാക്കളെ ബ്രിട്ടീഷ് ഭരണകൂടം എല്ലാ നീതികൾക്കും അപ്പുറത്തു നിന്നുകൊണ്ട് തൂക്കിലേറ്റിയ ആ ദിവസം ഇന്നാണ്. ധീരരായ ആ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ വിപ്ലവ അഭിവാദ്യം ചൊരിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നീ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ചിരസ്മരണ. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക്, മംഗലാപുരത്ത് നിന്ന് ചെറുവത്തൂരിലേക്ക്, ചെറുവത്തൂരിൽ ഇറങ്ങാം. നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ ചെറുവത്തൂരിനടുത്ത് ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമമാണ് കയ്യൂർ. ധീര രക്തസാക്ഷികളുടെ, ധീര ദേശാഭിമാനികളുടെ ചരിത്രമുറങ്ങുന്ന കണ്ണൂർ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി തൊട്ടടുത്ത വയൽവരമ്പിലൂടെ നടന്നാൽ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിലെത്തിച്ചേരാം. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നു പോകാവുന്ന വയൽവരമ്പാണ്. സൂക്ഷിച്ച് നടക്കണം. ഈ വയൽവരമ്പ് ചെന്നു നിൽക്കുന്നത് കയ്യൂർ എന്ന രക്തസാക്ഷികളുടെ ആ ഗ്രാമത്തിലേക്കാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും ഇവിടെ തണുപ്പുണ്ട്. തേജസ്വിനി പുഴ നൽകുന്ന തണുപ്പാണത്. തേജസ്വിനി, എത്ര മനോഹരമായ പേര് അല്ലേ? ഈ ഗ്രാമക്കാർ ഇട്ട പേരാണ്. കയ്യൂർ പുഴ എന്നും ഇതിനെ വിളിക്കും. അങ്ങനെ തേജസ്വിനിയുടെ സമീപത്തുകൂടി നടന്ന് നിങ്ങൾ കയ്യൂരിലെത്തുമ്പോൾ നിങ്ങൾക്ക് ആ രക്തസാക്ഷികളുടെ ചരിത്രം കാണാൻ സാധിക്കും. ഇന്ന് ഇവിടെ വലിയ ഒരു ഉത്സവം നടക്കുകയാണ്. കർഷക സംഘത്തിൻ്റെ സമ്മേളനം. നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. രക്തസാക്ഷികളുടെ സഹോദരന്മാർ ഈ സമ്മേളനമൊക്കെ നടത്തുന്നതിനായി ഓടി നടക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? അതാ സെക്രട്ടറി സഖാവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, അവർക്ക് ചോറ് കൊടുക്കൂ. ചോറ് കഴിച്ചാൽ ഒന്ന് മയങ്ങണം. മയങ്ങി എണീറ്റാലോ സന്ധ്യയ്ക്ക് കാപ്പി. പിറ്റേന്ന് സമ്മേളനം. സമ്മേളനത്തിന് വലിയ സദ്യ തന്നെയാണ്. ആളുകൾ നെല്ലും അരിയും കോഴിയും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവരും. ഒരു ഉരുളയെങ്കിലും അതിഥികളായുള്ളവർ കൂടുതൽ കഴിക്കണം. അത് ഈ നാട്ടുകാർക്ക് നിർബന്ധമാണ്. വടക്കിൻ്റെ ആതിഥേയ പാരമ്പര്യം അങ്ങനെയാണ്. അതിഥികൾക്ക് ഒരു ഉരുള കൂടുതൽ കൊടുത്താണ് അവർ സൽക്കരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതാ നാടകം തുടങ്ങുകയായി. കയ്യൂരിൻ്റെ സമര ചരിത്രത്തിൻ്റെ നാടകം. നിരഞ്ജന എന്ന കന്നഡ എഴുത്തുകാരനാണ് ചിരസ്മരണ എന്ന ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ദക്ഷിണ കന്നഡയിലെ കുളുകുന്ദ എന്ന ജില്ലയിൽ ജനിച്ച അദ്ദേഹം നീലേശ്വരം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കയ്യൂർ സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരത്തെ അദ്ദേഹം തൊട്ടടുത്ത് കണ്ട ആളാണ്. ആ സമരത്തിനെ ആഖ്യാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് നോവലിലേക്ക് വന്നപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഭാവതീവ്രമായി എന്ന് തോന്നിയേക്കാം. പക്ഷേ അത് വാസ്തവത്തിൽ നിന്ന് ഏറെ അകലെയല്ല സ്ഥിതി ചെയ്യുന്നത്. ആ രക്തസാക്ഷികളുടെ ധീരോദാത്തമായ ജീവിതത്തിൻ്റെ, ത്യാഗത്തിൻ്റെ കഥ അതിമനോഹരമായ ഭാഷയിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ ആ ഭാഷയിൽ, ഗ്രാമ്യമായ ഭാഷയിൽ നിരഞ്ജന അവതരിപ്പിച്ചിരിക്കുന്നു. കന്നഡ ഭാഷയിൽ എഴുതിയതാണ് ഈ കൃതി. അത് മലയാളത്തിലേക്ക് ഒട്ടും അർത്ഥം ചോരാതെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രഭാത് ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. ഇന്ന് അതിൻ്റെ കോപ്പികൾ ലഭ്യമാണോ എന്ന് അറിയില്ല. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ കർഷക സംഘത്തിന് നേതൃത്വം നൽകിയ, വടക്കൻ കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന് ഊടും പാവും ചെയ്ത 3 നേതാക്കളുടെ പേരിലാണ്.
മാധവൻ, ഗണപതി കമ്മത്ത്, VV എന്നീ 3 പേർക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ മാധവൻ എഴുതിയ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും മറ്റ് 2 പേരും മരണപ്പെട്ടിരുന്നു. മാധവൻ എഴുതിയ ഒരു കുറിപ്പും ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന, ഈ നോവലിൽ പറയുന്ന സംഭവങ്ങൾ എത്രത്തോളം നേരാണ് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കയ്യൂർ എന്ന കുഗ്രാമത്തിലെ ഒരു കൊച്ചു പകലിലേക്കാണ് ആദ്യം നമ്മൾ ചെല്ലുന്നത്. ഒരു ചെറിയ വീടിൻ്റെ സമീപത്തെത്തി തൻ്റെ കൂട്ടുകാരനെ ഉറക്ക വിളിക്കുന്ന ഒരു പയ്യൻ്റെ ചിത്രം. അവൻ്റെ പേരാണ് ചിരുകണ്ഠൻ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ. വിളിക്കുന്നത് മറ്റാരെയുമല്ല, മഠത്തിൽ അപ്പു എന്ന അപ്പുവിനെയാണ്. അപ്പു ഉറങ്ങിപ്പോയി. അന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. പുഴ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലണം. അവിടെ അവരുടെ പ്രിയപ്പെട്ട മാസ്റ്റർ ജി കാത്തിരിപ്പുണ്ടാകും. മാസ്റ്റർ ജിക്ക് അവരെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്. എന്തോ പന്തികേട് പിടിച്ചതാണ്, അല്പം കുഴപ്പം പിടിച്ചതാണ് എന്ന് അവർക്കറിയാം. അതിനാണ് ഇത്ര രാവിലെ തന്നെ ചിരുകണ്ഠൻ എണീറ്റു ചെന്ന് അപ്പുവിനെ വിളിക്കുന്നത്. അപ്പു ഉറക്കം എണീറ്റിട്ടില്ല. അപ്പുവിൻ്റെ അമ്മയ്ക്ക് ഒരൽപ്പം ഈർഷ്യ തോന്നുന്നുണ്ട് തൻ്റെ മകനെ ഉണർത്തുന്നതിൽ. പക്ഷേ ചിരുകണ്ഠൻ്റെ വിളി കേട്ട അപ്പു പെട്ടെന്ന് ചാടി എണീറ്റ് കുപ്പായമിട്ട് പോകാൻ തുടങ്ങുന്നു. അമ്മ അവരെ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തി വാഴപ്പഴം ചുട്ടത് കൊടുക്കുന്നു. പുഴ കടന്നാണ് അപ്പുറത്തേക്ക് പോകേണ്ടത്. നിസ്സാര പുഴയല്ല, തേജസ്വിനി പുഴയാണ്. ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായ പുഴയാണ്. എങ്ങനെ ആ പുഴ കടക്കും? ചിരുകണ്ഠൻ പറയുന്നു, ഇവിടെ അടുത്ത് ഒരു തൊണ്ടൻ ഉണ്ട്. തൊണ്ടൻ എന്നാൽ കിളവൻ. അയാൾക്ക് ഒരു ഓട്ടത്തോണിയുണ്ട്. ആ തോണിയിൽ കയറിയാൽ നമുക്ക് പോകാം. അയാളോട് മീൻ കൊടുക്കാം എന്ന് കളവ് പറഞ്ഞ് നമുക്ക് ആ തോണി സംഘടിപ്പിക്കാം. ഓട്ടത്തോണിയാണ്. അപ്പു തുഴയുന്നു, ചിരുകണ്ഠൻ വെള്ളം കോരി മാറ്റുന്നു. അങ്ങനെ അവർ മറുകരയിലെത്തുന്നു. അവിടെ ഒരു ചായപ്പീടികയിലേക്കാണ് ചെല്ലുന്നത്. കുട്ടികൾക്ക് പരിഭ്രമമുണ്ട്. എന്തോ രഹസ്യമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതവർക്കറിയാം. ചായപ്പീടികയിലെ പലരും അവരെ ഒരല്പം സംശയത്തോടെ നോക്കുന്നില്ലേ? കുട്ടികൾക്ക് ആധി വർദ്ധിച്ചു. പക്ഷേ ചായക്കടക്കാരൻ വളരെ സൗമ്യമായി തന്നെ ഇടപെട്ടു. അയാൾ കുട്ടികൾക്ക് ഓരോ ആപ്പ് ചായ കൊടുക്കുന്നു, പകുതി ചായ കൊടുക്കുന്നു. അവർ ആ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നു, മാസ്റ്റർ ജി പറഞ്ഞിട്ട് വന്നവരല്ലേ? മാസ്റ്റർ പറഞ്ഞിട്ട് വന്നതാണ് അവർ പറയുന്നു. മാസ്റ്ററെ വിവരമറിയിക്കാൻ ആൾ പോയിക്കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കൂടെ ഇരുന്നയാൾ മാസ്റ്ററിൻ്റെ ആളായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ അവർക്ക് വലിയ അഭിമാനവും അത്ഭുതവും തോന്നുന്നു. അവരെ ഒരാൾ മാസ്റ്റർ വരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ചില ആളുകളൊക്കെ അവരെ പരിചയപ്പെടുന്നു. പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ സംസാരം കേൾക്കുന്നതിനാണ് അവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അയാൾ വളരെ സൗമ്യമായി കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് കർഷക സംഘം ആരംഭിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. കർഷക സംഘത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിലെ മീറ്റിങ്ങുകളിലൊന്നാണ് അവിടെ നടന്നത്. തിരിച്ച് രാത്രിയോടുകൂടിയാണ് ആ കുട്ടികൾ വീട്ടിൽ ചെല്ലുന്നത്. അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ചിരുകണ്ഠൻ വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ കടുത്ത ശകാരമാണ് അവനെ സ്വീകരിക്കുന്നത്. അപ്പു ഒരു കള്ളം പറഞ്ഞ് ഒഴിയുന്നു. മാസ്റ്റർ ജി വിളിച്ചിട്ട് മാസ്റ്റർ ജിയോടൊപ്പം പോയതാണ്. പക്ഷെ ചിരുകണ്ഠൻ്റെ വീട്ടിലെ അവസ്ഥ അത്ര പന്തിയല്ല. ചിരുകണ്ഠൻ നല്ല തല്ലു പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വീട്ടിലേക്ക് മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല. അന്ന് ഇരുട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. മണ്ണെണ്ണ വാങ്ങേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അന്ന് അമ്മ എന്തോ തല്ലുന്നില്ല. അച്ഛനും അമ്മയും കൂടി മറ്റെന്തോ ഗൗരവമുള്ള കാര്യം പറയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കഴിക്കാനിരിക്കുമ്പോൾ അമ്മ പറയുന്നു, നമുക്കാകെ വിഷമത്തിൻ്റെ ദിവസമാണ്. ചിരുകണ്ഠൻ പറയുന്നു, എനിക്ക് മനസ്സിലായി. അമ്മ ചോദിക്കുന്നു, എന്തു മനസ്സിലായി? ജന്മി നമ്മുടെ നിലം കൊണ്ടുപോയി അല്ലേ? അമ്മ അത്ഭുതത്തോടെ അവനെ നോക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം കേവലം സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടിക്കുണ്ടോ? അവർ ചിന്തിക്കുകയാണ്.
ഇതൊക്കെ എനിക്ക് മനസ്സിലാവും അമ്മേ. നോക്കൂ, കർഷക സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി വന്ന ദിവസം ചിരുകണ്ഠൻ്റെ അച്ഛൻ കൊടുക്കാനുണ്ടായിരുന്ന പണം 1000 ഉറുപ്പിക. അതിന് പലിശയും പലിശയുടെ പലിശയും പലതവണ അടച്ചതാണ്. മുതലിനേക്കാൾ ഒരുപാടേറെ പൈസ കൊടുത്തതാണ്. പക്ഷേ എന്നിട്ടും ആ ജന്മി അവരുടെ നിലം കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി അവർ വെറും കുടിയാന്മാർ, സ്വന്തമായി നിലമില്ലാത്തവർ, അഭിമാനമില്ലാത്തവർ, ജന്മിയുടെ കാൽ കീഴിൽ കിടക്കേണ്ടവർ. അങ്ങനെയൊരു പദവിയിലേക്ക് അവർ താണുപോവുകയാണ്. പിറ്റേന്ന് വീണ്ടും അപ്പുവും ചിരുകണ്ഠനും കാണുന്നുണ്ട്. ഈ വർത്തമാനം ഒരു വിധത്തിൽ അപ്പുവിനെ അറിയിക്കുന്നു. അപ്പുവിൻ്റെ വീട്ടിലും ഇത് അറിയുന്നുണ്ട്. അപ്പു പറയുന്നു, ഞാൻ ഈ വർത്തമാനം നേരത്തെ അറിഞ്ഞു, ചിരുകണ്ഠൻ എന്നോട് പറഞ്ഞു. അപ്പുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ഭുതം തോന്നുന്നു. തങ്ങളുടെ കുട്ടികൾ വിചാരിച്ചതുപോലെയല്ലല്ലോ, വലിയ കാര്യങ്ങൾ ആണല്ലോ അവർ സംസാരിക്കുന്നത്. അവരുടെ സ്കൂൾ പഠിപ്പ് കഴിയുന്നു. മാസ്റ്ററാണ് അവർക്കെല്ലാം. മാസ്റ്ററിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും അറിയുന്നത്. മാസ്റ്റർ അവിടുത്തെ ഏകാധ്യാപക വിദ്യാലയത്തിലെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. 2 ജന്മിമാർ ചേർന്നാണ് ആ സ്കൂൾ നടത്തുന്നത്, ഒരു നമ്പ്യാരും ഒരു നമ്പൂതിരിയും. യഥാർത്ഥത്തിൽ സ്കൂൾ നടത്തണം എന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, കയ്യൂരിലെ സാധാരണക്കാരുടെ മക്കൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചുമല്ല. മറിച്ച് ഇവരുടെ മക്കളുണ്ട്, അവർക്ക് പഠിക്കണം. വലിയ ക്ലാസ്സുകൾ അങ്ങ് ദൂരെയാണ്, അതുവരേക്കെങ്കിലും അവർക്ക് ഈ ഗ്രാമത്തിൽ പഠിച്ചേ മതിയാവൂ. അതിനായിട്ടാണ് നമ്പ്യാർ ഒരു മാസ്റ്ററെ വരുത്തിയതും അവിടെ ഒരു സ്കൂൾ ആരംഭിച്ചതും. ആ സ്കൂൾ ക്രമേണ കർഷക സംഘത്തിൻ്റെ വിത്ത് പാകുന്ന ഇടമായി മാറുകയായിരുന്നു. മാസ്റ്റർ സ്കൂളിൽ മുതിർന്നവർക്ക് ക്ലാസ് എടുക്കുന്നു, ഇടയ്ക്ക് പത്രവായന നടത്തുന്നു. പക്ഷേ പത്രവായന തുടരാൻ ജന്മിയുടെ ആളുകൾ സമ്മതിക്കുന്നില്ല. ജന്മി തന്നെ മാസ്റ്ററെ വിളിച്ച് പത്രവായനയൊന്നും വേണ്ട എന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പത്രവായന ആരംഭിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ചിലരൊക്കെ ചേർന്ന് വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, അക്ഷരം അഭ്യസിക്കണം എന്ന് പറയുന്നത്. മാസ്റ്റർ തയ്യാറെടുക്കുന്നു. അവിടെയും ജന്മിമാർ ഉടക്കുമായി എത്തുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ വയോജന ക്ലാസ് മുന്നോട്ട് പോകുന്നു. ക്രമേണ അവിടെ സംഘം സ്ഥാപിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു, കർഷക സംഘം. എന്നാൽ ജന്മിമാർ വെറുതെ ഇരിക്കുന്നില്ല. അതിൽ നമ്പ്യാർ എന്ന ജന്മി സർക്കാരിൻ്റെ വലിയ ആശ്രിതനായിരുന്നു, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ. ടിപ്പുവിൽ നിന്ന് ആ നാട് ബ്രിട്ടീഷ് പട്ടാളത്തിന് കീഴിലായതാണ്, ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലായതാണ്. അയാൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തിയാണ്. അയാൾ വെറുതെ ഇരിക്കുന്നില്ല. അയാൾ സംഘത്തിൻ്റെ പ്രവർത്തനം തടയാൻ ആവശ്യമായതൊക്കെ ചെയ്യുന്നു. ഒരിക്കൽ അധികാരിയും പോലീസും നമ്പ്യാരുടെ വീട്ടിലെത്തി കർഷക സംഘത്തിൻ്റെ നേതാക്കളെ വിളിക്കുന്നുണ്ട്. കർഷക സംഘം ഒരു ഓഫീസ് തുറന്നതും ഒരു കൊടി കെട്ടിയതുമാണ് വലിയ പ്രശ്നമായി അവർക്ക് അനുഭവപ്പെട്ടത്. ഒരു ദിവസം ഒരു വലിയ സംഭവം ഉണ്ടാകുന്നു. ജന്മിക്ക് വേണ്ടി ജന്മിയുടെ കാവലാൾ ഒരു വീട്ടിൽ ചെന്ന് വിധവയായ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെ ധീരനായ ഒരു സഖാവ് കണ്ണൻ എന്നയാളും അപ്പു എന്ന ആളും കൂടി ചേർന്ന് അയാളെ മർദ്ദിച്ച് അവശനാക്കുന്നു. പിറ്റേന്ന് അത് നാട് മുഴുവൻ പാട്ടാകുന്നു. മാസ്റ്ററെ ജന്മി വിളിപ്പിക്കുന്നു, നമ്പ്യാർ വിളിപ്പിക്കുന്നു. വളരെ ക്ഷുഭിതനായി പറയുന്നു, നിങ്ങളുടെ ആ വയോജന ക്ലാസ്സിലുള്ള ആളാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവനെ പുറത്താക്കണം എന്ന് പറയുന്നു. ആ വയോജന ക്ലാസ് നടത്താനുള്ള അനുവാദവും നിർത്തലാക്കുന്നു. പക്ഷേ മാസ്റ്റർ ചിലത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജന്മിയുടെ മകൻ്റെ പുസ്തകം നമ്പ്യാർ പരിശോധിക്കുമ്പോൾ ഒരു എഴുത്ത് കാണുന്നു. ചരിത്രം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചരിത്രത്തിൽ എഴുതി വെച്ച ചില വാചകങ്ങൾ വായിച്ച് അയാൾ ഞെട്ടിത്തെറിച്ചു. ചോദ്യരൂപത്തിലുള്ള ഒരു നോട്ടീസ്. നമ്മെ ഭരിക്കുന്നതാരാണ്? വിദേശികൾ. അവരുടെ നാടെവിടെ? 6000 മൈലുകൾക്കപ്പുറം. ഭരിക്കുന്ന ആളിനെ എന്തു പറയുന്നു? രാജാവ്. ഭരിക്കപ്പെടുന്നവരെ എന്തു പറയുന്നു? പ്രജകൾ. അതേ പേജിൽ അടിയിലായി ഒരു വരി കൂടി. വിദേശിയായ രാജാവിൻ്റെ പ്രജകൾ അടിമകളാകുന്നു. ഈ എഴുത്തു വായിച്ച് നമ്പ്യാർ ഞെട്ടിത്തെറിച്ചു പോകുന്നു. അയാൾ മാസ്റ്ററെ വിളിക്കുന്നു. എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം? കുറേയേറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആ അവസാനത്തെ വാചകം മായ്ക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു. മാസ്റ്റർ അത്
സമ്മതിക്കുന്നു. മാസ്റ്റർ അയാളുടെ മകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആ വാചകം മായ്ക്കുന്നു. പകരം മറ്റൊരു കണക്ക് കൊടുക്കുന്നു. ആ കണക്ക് ഇങ്ങനെയായിരുന്നു: ഒരാൾക്ക് 600 ഏക്കർ നിലമുണ്ട്. അയാളത് 200 പേർക്കായി വീതം വെച്ചു കൊടുക്കുന്നു. എങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന നിലത്തിൻ്റെ അളവെത്ര? കർഷക സംഘത്തിൻ്റെ കൊടി ഉയർന്നു തന്നെ പാറി. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇൻസ്പെക്ടറെ വിളിപ്പിച്ചു. ആ ഇൻസ്പെക്ടറെ നേരിടാനായി നേരെ ചെന്നെത്തിയത് ചിരുകണ്ഠനും അപ്പുവുമായിരുന്നു. അവർ കൂസലന്യെ ഇൻസ്പെക്ടറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. തങ്ങൾ നിയമവിധേയമായിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. കർഷക സംഘത്തെ ഇന്ത്യയിൽ ഒരിടത്തും നിരോധിച്ചിട്ടില്ല. തങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ കൃത്യമായി ലഘുലേഖാരൂപത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അത് ആർക്കും പരിശോധിക്കാവുന്നതേയുള്ളൂ. ഇൻസ്പെക്ടർക്ക് അവരുടെ മേൽ എന്തെങ്കിലും കുറ്റം ചുമത്താനുള്ള ഒരു വഴിയും കണ്ടില്ല. പക്ഷേ നമ്പ്യാർ തീർത്തും നിരാശനായിരുന്നു. അയാൾ നമ്പൂതിരിയെ നോക്കുന്നുണ്ട്. നമ്പൂതിരിയാണെങ്കിൽ താൻ ഇതിലൊന്നും ഇല്ല എന്ന മട്ടിൽ. ഏതായാലും പോകാൻ നേരം അയാൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, നിങ്ങൾ അവർക്കിട്ട് 2 കൊടുക്കാത്തത് മോശമായി പോയി. ഇൻസ്പെക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും പറ്റില്ല. നമുക്കെപ്പോഴെങ്കിലും ഇവർ നിയമം ലംഘിക്കുകയാണെങ്കിൽ അത് പരിശോധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്പ്യാർ ചുമ്മാതിരുന്നില്ല. അയാൾക്ക് മാസ്റ്ററാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാവുന്നുണ്ട്. മാസ്റ്ററെ അയാൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. പകരം മറ്റൊരാളെ കൊണ്ടുവരുന്നു. അയാൾ യാതൊരു ചൂടും ചുണയുമില്ലാത്ത ഒരു മാസ്റ്ററായിരുന്നു. കേവലം നമ്പ്യാരുടെ ആജ്ഞാനുവർത്തി. കർഷക സംഘം വളർന്നുകൊണ്ടേയിരുന്നു. ധാരാളം പേർ അതിൽ അംഗങ്ങളായി ചേർന്നു. ഒരു ദിവസം സംഘത്തിൻ്റെ ജാഥ നടക്കുകയാണ്. ഈ ജാഥയ്ക്ക് മുന്നിലേക്ക് നമ്പ്യാർ അടിമയെപ്പോലെ കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ചെന്ന് പെടുന്നു. അയാൾ ജാഥക്കാരെ പേടിപ്പിക്കാൻ നോക്കുന്നു. ജാഥക്കാർ പേടിക്കുന്നില്ല. അവർ തമ്മിൽ ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. ഭയന്ന് ആ പോലീസുകാരൻ തിരിച്ചോടുന്നു. കാരണം അയാൾ ഒറ്റയ്ക്കാണ്. കൂക്കി വിളിച്ചുകൊണ്ട് ജാഥക്കാർ പുറകെയും ഓടുന്നു. ഒടുവിൽ അയാൾ ജാഥക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി തേജസ്വിനി പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. ജാഥക്കാർ ഒന്നും ചെയ്തിട്ടല്ല, പക്ഷേ അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടുന്നു. എന്നാൽ പോലീസ് വേഷമണിഞ്ഞ ബൂട്ടൊക്കെ അണിഞ്ഞ അയാൾക്ക് പുഴ നീന്തിക്കടക്കാൻ ആകുന്നില്ല. അയാൾ ആ പുഴയിൽ മുങ്ങി മരിക്കുന്നു. സ്വാഭാവികമായും കയ്യൂരിലെ കർഷക സംഘത്തിൻ്റെ ആളുകളെല്ലാം അതിൽ പ്രതികളാകുന്നു. ഇതിനെ തുടർന്ന് ഭീകരമായ നരനായാട്ടാണ് കയ്യൂരിൽ നടക്കുന്നത്. MSPയുടെ സ്പെഷ്യൽ പോലീസ് അവിടെ ഇറങ്ങുകയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം ഭേദ്യം ചെയ്യുകയും ചെയ്തു. കുറേയധികം സ്ത്രീകളെ ആ കർഷകർ ആ ഗ്രാമത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ടത് പ്രധാനമായും 4 നേതാക്കളെ ആയിരുന്നു. മഠത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു, ഇത്രയും പേരെയാണ് അവർക്ക് ആവശ്യമായിരുന്നത്. ഇവരെല്ലാം ഒളിവിൽ പോയതാണ്. അപ്പുവിൻ്റെ ഭാര്യയും ചിരുകണ്ഠൻ്റെ ഭാര്യയും എല്ലാം ദൂര സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. പക്ഷേ വീട്ടുകാരെ പലതരത്തിൽ പോലീസുകാർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിക്രൂരമായ നരവേട്ടയാണ് അവിടെ നടന്നത്. സായുധരായ MSP കയ്യൂരിൽ നടത്തിയ മർദ്ദനത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ: എരിയുന്ന സിഗരറ്റ് മൂക്കിൽ കുത്തിത്തിരുക, നഖത്തിനിടയ്ക്ക് സൂചി കുത്തിക്കയറ്റുക, കൈയും കാലും കെട്ടി വായിൽ അമേധ്യം ഒഴിക്കുക. ഇങ്ങനെ ഭീകരമായ പീഡനങ്ങളുടെ ആ കഥ കേട്ട് ഒടുവിൽ ഈ ധീരരായ സഖാക്കൾ പിടികൊടുക്കാൻ തീരുമാനിക്കുന്നു. അവർ 4 പേരും പിടികൊടുക്കുന്നു. ധാരാളം ആളുകളെ, 60 സഖാക്കളെയാണ്, കർഷക സംഘത്തിൻ്റെ 60 സഖാക്കളെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവരെ എല്ലാവരെയും വിചാരണയ്ക്ക് വിധേയമാക്കുന്നു. വിചാരണ തീർത്തും പ്രഹസനമായിരുന്നു. സർക്കാർ ഹാജരാക്കിയ 40ഓളം സാക്ഷികൾ ഉണ്ടായിരുന്നു. പലർക്കും കയ്യൂരിലെ സമരസഖാക്കളുടെ മുഖത്ത് നോക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവർ വന്ന് യാന്ത്രികമായി പറഞ്ഞു പഠിപ്പിച്ചതെന്തോ അത് മൊഴി കൊടുത്ത് തിരിച്ചുപോയി. കയ്യൂരിലെ സമരസഖാക്കളുടെ കൂട്ടത്തിലും സാക്ഷികൾ ഉണ്ടായിരുന്നു. അവർ വീറോടുകൂടി വാദിച്ചു. പക്ഷേ ഏകപക്ഷീയമായി കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞു. ഒടുവിൽ കോടതി എത്തിച്ചേർന്നത് ഒരു നിഗമനത്തിലാണ്.
പോലീസുകാരൻ സുബ്രായനെ അടിച്ച അടി ആരാണ് അടിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് 4 പേർക്ക് വധശിക്ഷ ഒരുമിച്ച് വിധിക്കുന്നു. ആരാണ് കുറ്റം ചെയ്തത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ആ ശിക്ഷ 4 പേരും അനുഭവിക്കണം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ, അപ്പു, ചിരുകണ്ഠൻ, കണ്ണൻ, അബൂബക്കർ, കുഞ്ഞമ്പു തുടങ്ങിയ 20 പേർക്ക് 5 വർഷം വീതം കഠിന തടവ്. കൃഷ്ണൻ നായർ മുതൽ 18 പേർക്ക് 2 വർഷം വീതം കഠിന തടവ്. പ്രഭു, കേളുനായർ, ഫയൽവാൻ, ചന്തു, ചിരുകണ്ഠന്റെ അച്ഛൻ, അപ്പുവിന്റെ അച്ഛൻ തുടങ്ങിയ എല്ലാവരെയും വെറുതെ വിട്ടു. പോലീസിനെ വധിച്ചതിന് അപ്പു, ചിരുകണ്ഠൻ, കുഞ്ഞമ്പു, അബൂബക്കർ, കുട്ടിക്കൃഷ്ണൻ എന്നിവർക്ക് വധശിക്ഷ. അവസാനത്തെ ആൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് വധശിക്ഷയ്ക്ക് പകരം ബോസ്റ്റൽ സ്കൂളിലേക്ക് അയക്കുക. മരണകാരണമായ അടിയടിച്ചത് ആരാണെന്നറിയാത്തത് കൊണ്ട് 5 പേർക്കും വധശിക്ഷ വിധിച്ചു. അതിൽ ഒരാൾക്ക്, കൃഷ്ണൻ നായർക്ക്, പ്രായപൂർത്തിയായിട്ടില്ല. അയാൾ മാത്രം അതുകൊണ്ട് കുട്ടികൾക്കുള്ള ജയിലിലേക്ക്, ഹൈദരാബാദിലേക്ക് അയക്കപ്പെട്ടു. ബാക്കി 4 പേരും, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, മഠത്തിൽ അപ്പു, പൊടവര കുഞ്ഞമ്പു, പള്ളിക്കൽ അബൂബക്കർ, ഈ 4 പേരും വധശിക്ഷയ്ക്ക് വിധേയരാകണം. വീണ്ടും കുറേ നാൾ കാത്തിരിപ്പ്. അതിനിടയ്ക്ക് ഈ രക്തസാക്ഷികളുടെ, ഈ ധീരരായിട്ടുള്ള ഇവരുടെ സമരഭടന്മാരുടെ കുടുംബാംഗങ്ങൾ അവരെ കാണാൻ വരുന്നുണ്ട്. ഹൃദയഭേദകമായ ആ ചിത്രം നിരഞ്ജന അതിമനോഹരമായി വരച്ചിടുന്നുണ്ട്. ചിരുകണ്ഠൻ അമ്മയുടെ ഒറ്റ മകനാണ്. അമ്മ കരയുന്നുണ്ട്, എനിക്ക് നീയല്ലാതെ ആരുണ്ട്? എനിക്കൊപ്പമുള്ള 100 കണക്കിന് സഖാക്കൾ അമ്മയെ നോക്കിക്കൊള്ളും, അമ്മയ്ക്കവർ മക്കളായുണ്ട് എന്നാണ് ചിരുകണ്ഠൻ മറുപടി പറയുന്നത്. അപ്പു തൻ്റെ കുഞ്ഞ് മകനെ കാണുന്നുണ്ട്. അപ്പുക്കുട്ടി എന്നാണ് അവനിട്ടിരിക്കുന്ന പേര്. അബൂബക്കറിന്റെ ഉമ്മ ബീബുമ്മ മറ്റാരും സഹായത്തിനില്ലാത്ത സ്ത്രീയാണ്. അതുപോലെ കുഞ്ഞമ്പുവിൻ്റെ ഭാര്യയും അയാളെ കാണുന്നുണ്ട്. ചിരുകണ്ഠൻ്റെ ഭാര്യ, ചിരുകണ്ഠൻ്റെ അമ്മ, ഇങ്ങനെ വളരെ ഇവരെല്ലാവരും ദുഃഖിതരായിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ രക്തസാക്ഷികളെ, അല്ലെങ്കിൽ ഈ സമരഭടന്മാരെ, വിപ്ലവകാരികളെ തൂക്കിലേറ്റാനുള്ള ദിവസം തീരുമാനിക്കുന്നു. മാർച്ച് 29-ന് ആ 4 രക്തസാക്ഷികളെയും തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നു. മുഖം മറയ്ക്കാൻ ഒരുമ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾക്ക് മറ ആവശ്യമില്ല. കുരുക്കുകൾ കണ്ഠാഭരണങ്ങളായി. ഇൻകുലാബ്, ചിരുകണ്ഠൻ അത്യുച്ചത്തിൽ വിളിച്ചു. സിന്ദാബാദ്, അപ്പു, കുഞ്ഞമ്പു, അബൂബക്കർ 3 പേരും ഒപ്പം വിളിച്ചു. സാമ്രാജ്യത്വം നശിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ. സൂപ്രണ്ട് അടയാളം കാണിച്ചു. കുരുക്കൾ കഴുത്തു ഞെരിച്ചു. പുറപ്പെടാനൊരുങ്ങിയ സ്വരം തടയപ്പെട്ടു. പലകകൾ അരക്ഷണം കൊണ്ട് നീങ്ങി. 4 ശരീരങ്ങളും കുഴിയിൽ തൂങ്ങി. കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകി. അങ്ങനെ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവരുടെ നല്ല നാളേക്ക് വേണ്ടി പോരാടിയ ആ 4 ധീരരായ സഖാക്കളും ജീവിതത്തോട് വിട പറഞ്ഞു. പക്ഷേ അടിമകളെ പോലെ തലകുനിച്ചല്ല, ആരുടെയും പാദസേവ ചെയ്ത് നാണം കെട്ടല്ല, അന്തസ്സോടെ തല ഉയർത്തി നിന്നുകൊണ്ട്, കറുത്ത തുണി കൊണ്ട് തല മൂടാതെ അവർ തങ്ങൾക്ക് വിധിച്ച, സാമ്രാജ്യത്വത്തിൻ്റെ കോടതി വിധിച്ച ആ വിധി ഏറ്റുവാങ്ങി. ഒരുപക്ഷെ അവർ അവിടെ പരാജയപ്പെട്ടേക്കാം. പക്ഷേ അവരെ പോലെ ആയിരക്കണക്കിന് ധീരരായ സഖാക്കൾ ആ കയ്യൂരിൽ ഉയർന്നു വന്നു. ആ സഖാക്കളാണ് ഇന്നത്തെ ഈ സമ്മേളനം നടത്തുന്നത്. കയ്യൂർ കർഷക സമരത്തിലെ ധീര രക്തസാക്ഷിയാണ് മഠത്തിൽ അപ്പു. മഠത്തിൽ അപ്പുവിൻ്റെ ഭാര്യ ജാനകി അപ്പുവിൻ്റെ കുട്ടിയെയും, അപ്പുക്കുട്ടി എന്നാണ് അവൻ്റെ പേര്, അപ്പുക്കുട്ടിയെയും എടുത്ത് വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ അപ്പുക്കുട്ടി ചോദിച്ചു, അമ്മേ, അച്ഛനെവിടെ? ജാനകി അകലെ ആകാശത്തേക്ക് നോക്കി. ആ ആകാശത്ത് തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന 4 നക്ഷത്രങ്ങൾ. അതിൽ ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ കാണിച്ച് ജാനകി പറഞ്ഞു, അതാ നിന്റെ അച്ഛൻ. അതെ, ധീരരായ രക്തസാക്ഷികൾക്ക് മരണമില്ല. അവർ കാലമെത്ര കഴിഞ്ഞാലും ആകാശത്ത് പ്രഭ ചൊരിയുന്ന നക്ഷത്രങ്ങളായി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അവർ ചൊരിയുന്ന ആ വെളിച്ചം മതി സാമ്രാജ്യത്വത്തിൻ്റെ
ഏകാധിപത്യത്തിൻ്റെ അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ, വിപ്ലവം ജയിക്കട്ടെ എന്ന് ഉറക്കെ പറയാൻ, വിപ്ലവത്തിൽ പ്രതീക്ഷ അർപ്പിക്കാൻ. ആ വിപ്ലവത്തിൻ്റെ കഥയാണ് കയ്യൂരിൻ്റെ കഥ. കയ്യൂരിൻ്റെ ജനങ്ങളുടെ സിരയിലൂടെ ഒഴുകുന്നത് ആ ചോരയാണ്. അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പുവും ചൊരിഞ്ഞ ആ ചോര. നോവൽ അവസാനിക്കുകയാണ്. സമ്മേളനത്തിൽ അതാ വോളണ്ടിയർ ചുവന്ന റോസാപ്പൂ നൽകുന്നു. വരൂ, അത് വാങ്ങാം. ഈ ചെമ്പനീർ പൂവ് വീരചരമം വരിച്ച രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് സമർപ്പിക്കാനുള്ളതാണ്. കല്ലിൽ ചുവന്ന അക്ഷരങ്ങളിൽ കൊത്തിയതെന്താണെന്ന് വായിച്ചോ. ജീവിക്കാൻ കൊതിച്ച ഈ സഖാക്കൾ നല്ലൊരു നാളേക്കു വേണ്ടി അധ്വാനിച്ചു മരിച്ചു. പിരിഞ്ഞുപോയ സഹോദരന്മാരെ, ഇതാ ഞങ്ങളുടെ വിപ്ലവാഭിവാദ്യങ്ങൾ, ഇതാ ഞങ്ങളുടെ ലാൽ സലാം. നിരഞ്ജന എഴുതിയ അതിമനോഹരമായ ഈ നോവൽ പൂർത്തിയാവുകയാണ്. ഇത് വായിച്ച് തുടങ്ങിയാൽ തീർക്കാതെ ആർക്കും താഴെ വയ്ക്കാൻ തോന്നില്ല. അത്ര ഹൃദയസ്പർശിയാണ് ഇതിലെ എഴുത്ത്. ഇത് വായിച്ചു കഴിയുമ്പോൾ ആ ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിറ്റു കണ്ണീർ തൂകാതെ നിങ്ങൾക്കിത് മടക്കി വയ്ക്കാനും സാധിക്കുകയില്ല. കർണാടകത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു നിരഞ്ജന. അദ്ദേഹം നേരിട്ട് അനുഭവിച്ച, നേരിട്ട് കണ്ട ധീരരായ രക്തസാക്ഷികളുടെ ജീവിതമാണ് ചിരസ്മരണ എന്ന ഈ നോവലിൽ പകർത്തിയിരിക്കുന്നത്. ഈ നോവലിനെ അധികരിച്ചാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഉണ്ടായത്. നോവലിനെ അധികരിച്ചു എന്നുള്ളതിനേക്കാൾ കയ്യൂരിലെ കർഷക നേതാക്കളുടെ ജീവിതത്തെ പറ്റിയാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ നോവൽ വായിക്കുമല്ലോ, ഈ ചാനൽ ഫോളോ ചെയ്യുമല്ലോ. നമസ്കാരം.